വിശദാംശങ്ങളിലേക്ക്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തു. എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. IPC 354 വകുപ്പ് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം കേസിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. എബി ജോൺ തോമസ് വിശദാംശങ്ങളുമായി ചേരുന്നു. എബി, ഇപ്പോൾ രേഖാമൂലം പരാതി എത്തിയിരിക്കുന്നു. തുടർ നടപടി എന്താകും? എന്താണ് ഇപ്പോഴത്തെ നടപടി? ഫിജി തുടർ നടപടികളിലേക്ക് കടക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ നടി കേസ് കൊടുക്കില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തെക്കുറിച്ച് അവർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ നൽകിയിട്ടുള്ള ഇന്റർവ്യൂകളിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇപ്പോൾ 354 വകുപ്പ് പ്രകാരം ഈ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഒപ്പം തന്നെ നോർത്ത് പോലീസാണ് ഈ നോർത്ത് പോലീസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ നടിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കേസ് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ തുടർ നടപടികൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും സ്വീകരിക്കുക. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടിയാണ് ഇതിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ പരാതിയുടെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. മൊഴികൾ രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക്, അതായത് ഈ മൊഴികൾ രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അവരുടെ നിർദ്ദേശം എന്തായാലും സ്വീകരിക്കേണ്ടി വരും. കാരണം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നതല്ല, മറിച്ച് അതിന് സമാനമായ രീതിയിലുള്ള കേസാണ് എന്നുള്ളതാണ്. അതിന്റെ ഗൗരവം ഉറപ്പായും സർക്കാർ ഉൾക്കൊള്ളുന്നു. അതിന്റെ അനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കാൻ ഇരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. നോർത്ത് പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ. ശരി, എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന്.